ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അൽഹംദുലില്ലാ, ഇന്ന് എൻ്റെ മോൻ്റെ 40 കേട്ടോ. അതായത് നമ്മൾ ഡെലിവറി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റുകളും കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഫ്രീ ആയ ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്ന് 40ൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ അതിൻ്റെ വ്ളോഗായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നലെ നൈറ്റ് ഞാൻ ചെറുതായിട്ടൊന്ന് മെഹന്തി ഇട്ടുണ്ടായിരുന്നു. എനിക്ക് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല. അപ്പോൾ അത് ചുരണ്ടിക്കളയാൻ വേണ്ടി മുറ്റത്തിറങ്ങിയപ്പോഴാണ് ഈ വീഡിയോ എടുത്തത് കേട്ടോ. നമ്മൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലൊരു അടിപൊളി ചായ കുടിച്ചു. ആ ചായൻ്റെ കൂടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലൊന്നല്ല, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ പറഞ്ഞാൽ മതി. നല്ല അടിപൊളി പുട്ടും കടലക്കറിയായിരുന്നു. കഴിഞ്ഞിട്ട് നമ്മൾ മോനെ കുളിപ്പിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് നല്ലക്കാൻ്റെ വീട്ടിൽ നിന്ന്, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അവിടെ ഉള്ളവർ മാത്രം, വീട്ടിലുള്ളവർ കേട്ടോ. അപ്പോൾ ആ വരുന്നതിന് മുമ്പേ ഉണ്ണിനെ കുളിപ്പിച്ചു. നല്ല രാസനാദിപ്പൊടിയൊക്കെ തലയിൽ ഇട്ട് കൊടുത്തു. നമ്മുടെ VMCയുടെ അവിടെ നിന്ന് വാങ്ങിച്ച രാസനാദിപ്പൊടിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ചെറിയൊരു പരിപാടിക്ക് നിന്നു. നിങ്ങളിൽ എത്ര പേര് ഇത് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ, പക്ഷേ ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. വേറെ ഒന്നുമല്ല, ഞാനിപ്പോൾ ഡെലിവറി റിലേറ്റഡ് ആയിട്ട് അങ്ങനെ മാല കാര്യങ്ങളൊന്നും ഇട്ടിരുന്നില്ലല്ലോ. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കഴിച്ചു വെച്ചതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒരുമാതിരി കളറായിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതെല്ലാം കൂടെ ഷാമ്പു ഉണ്ടല്ലോ, നമ്മുടെ ഷാമ്പു കുറച്ചൊരു പാത്രത്തിലെടുത്തിട്ട് ഈ ഗോൾഡൊക്കെ അതിലിട്ടു. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഗോൾഡ് മാത്രം കേട്ടോ, കൈച്ചേന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിലിട്ടിട്ട് ഇതൊന്ന് വാഷ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മോൾഡാണ്, ഇത് ഇടുന്നില്ല കേട്ടോ. അപ്പോൾ എങ്ങനെ വാഷ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം. അപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല അടിപൊളി റിസൾട്ടാണ്, നല്ല ക്ലിയർ ആവും. അതായത് നമ്മൾ ഗോൾഡ് കുറച്ചും കൂടി ഒരു പുതിയൊരു ലുക്ക് കിട്ടും. അപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനൊന്ന് ചൂടാക്കി എടുക്കണം. അങ്ങനെ ആളിച്ച് കത്തിക്കൊന്നും വേണ്ട, ചെറിയ തീയിലിട്ടിട്ട് ഒന്നിങ്ങനെ ചൂടാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു ഗോൾഡ് നല്ല ചളിയൊക്കെ പോയിട്ട് നല്ലൊരു അടിപൊളി ലുക്ക് കിട്ടും. ഒരു പുതിയ മാല പോലെ ഉണ്ടാവും. ഞാൻ കാണിച്ചു തരാം, കണ്ടോ നല്ല ക്ലിയർ ആയിട്ടില്ലേ. അപ്പോൾ അത് നമ്മൾ ആ ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഇനി പച്ചവെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി. അപ്പോൾ പുതിയ ലുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നും മോളുടെ വക ബലൂണൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. എന്താണ് ഈ സംഭവം എന്നൊക്കെ, 40 എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പിന്നെ ഞങ്ങൾ നോർമൽ പെണ്ണുങ്ങൾക്കുള്ള പരിപാടി ഉണ്ടല്ലോ, മേക്കപ്പ്, പുട്ടിയടി, അതിവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കട്ടെ. അതിൻ്റെ ഇടയിൽ അവർ വന്നു. അപ്പോൾ നല്ലക്കാൻ്റെ വീട്ടിൽ നിന്ന് വീട്ടിലുള്ളവരും പിന്നെ നല്ലക്കാട് പെങ്ങളും ഭർത്താവുമാണ് വന്നിട്ടുണ്ടായിരുന്നു. വേറെ പുറത്തുനിന്ന് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. വന്ന പാടെ എല്ലാവരും അങ്ങോട്ടും കൂടെ ഒക്കെ ഒന്ന് കണ്ട് സംസാരിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടി പോയിട്ടാണ്. അപ്പോൾ അവിടുന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊണ്ടുവന്ന സാധനമൊക്കെ ഞാൻ ലാസ്റ്റിൽ കാണിച്ചു തരാം കേട്ടോ. ഉമ്മ ഉപ്പ എല്ലാവരും ഉണ്ടായിരുന്നു, വീട്ടിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സ് സത്യം പറഞ്ഞാൽ നല്ല രസമുള്ള ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ. ഇതാണ് കളറ്. ഇത് കുളി കഴിഞ്ഞിട്ട് ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഡ്രസ്സായിരുന്നു. പക്ഷേ അതെനിക്ക് ഇടാൻ പറ്റിയില്ല, ഇച്ചിരി ടൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ മുല്ലപ്പൂ എല്ലാ സാധനം ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ വളമൊക്കെ ഇട്ട് ശരിക്കും നമ്മളൊരു കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരുങ്ങുന്നത്, കല്യാണത്തിൻ്റെ ഒരുങ്ങുന്ന പോലെ. അപ്പോൾ ഒരുക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ണിക്ക് ചരട് കെട്ടുകയാണ്. അപ്പോൾ ഇന്ന് ചരട് കെട്ടും. പിന്നെ ഗോൾഡൊക്കെ ഇട്ടതിൻ്റെ ശേഷമാണ് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റുക കേട്ടോ. അപ്പോൾ എല്ലാവരും കൊടുന്ന ഗോൾഡൊക്കെ നമ്മളെല്ലാവരും ഉണ്ണിക്ക് ഇട്ട് കൊടുത്തു. ചെറിയൊരു ചടങ്ങ്, അത്ര കാര്യമായിട്ടുള്ള ചടങ്ങൊന്നുമില്ല, ചെറിയ രീതിക്കുള്ളൊരു ചടങ്ങ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉണ്ണീൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിച്ചിട്ട് ബാക്കി ഫോട്ടോസൊക്കെ എടുക്കാമെന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ നമ്മൾ മൂത്ത കുട്ടീനെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലല്ലോ. അപ്പോൾ മോൾക്ക് അതേപോലെ തന്നെ ഗോൾഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൈമേലാഞ്ചി, കൈച്ചേന് അങ്ങനെയുള്ളതൊക്കെ അവൾക്ക് എടുത്തു. അപ്പോൾ അവളും നല്ല ഹാപ്പിയായി. കാരണം നമുക്ക് രണ്ടാമതൊരാൾ വരുമ്പോൾ നമുക്ക് ആദ്യത്തെ ആളെ ഹാപ്പി ആക്കാതിരിക്കാൻ ഒരു മാർഗ്ഗമില്ല. അവർ അലമ്പാക്കും, സത്യമായിട്ടും അലമ്പാക്കും. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് അടിച്ചിട്ടാണ്. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു. ഫുഡ് പുറത്തുനിന്ന് ഏൽപ്പിച്ചേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഉപ്പാടെ പെങ്ങളെ വീട്ടിൽ പോയപ്പോൾ ഒരിക്കൽ അവിടെ നിന്ന് ഒരു ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവർ ഏൽപ്പിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ഒരു ചാൻസ് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് ആ ബിരിയാണി എന്നെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഏൽപ്പിച്ചതാണ് കേട്ടോ. പിന്നെ ഇതാണ് നല്ലക്കാൻ്റെ ഉപ്പ. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ പുറത്തുനിന്ന് എടുത്ത്, പിന്നെ എൻ്റെ മാത്രം കുറച്ച് ഫോട്ടോസ് വീടിൻ്റെ മുകളിൽ നിന്ന് എടുത്ത്. കാരണം ഐശു എൻ്റെ മാത്രം ഫോട്ടോ എടുക്കാൻ തീരെ സമ്മതിക്കില്ല. അപ്പോൾ ഞങ്ങൾ അവൾ കാണാതെ മേലെ പോയിട്ടാണ് എടുത്തത്. പിന്നെ അതിൻ്റെ ശേഷം ഞങ്ങൾ മോനിക്ക് മാല ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉമ്മയപ്പയും കൂടെ, ഇതെൻ്റെ ഉമ്മയപ്പയാണ് കേട്ടോ. മാല ഇട്ടു. ഇത് ഉമ്മയുടെ ഉമ്മയാണ്, വല്യമ്മ. ആളെ കൊണ്ട് മാലയൊക്കെ ഇടിയിച്ചു. പിന്നെ കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് കണ്ടു, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഇതൊക്കെ അതിൽ പകുതിയോളം നല്ലക്കാൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നുള്ള കേട്ടോ. പിന്നെ ഓരോരുത്തർ ഗിഫ്റ്റ് തന്നതൊക്കെ ഉണ്ട്. ഗിഫ്റ്റ് തന്നതിൽ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം സൈസൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെറിയ ഡ്രസ്സുകളൊക്കെ പെട്ടെന്ന് ഇട്ട് തീർക്കണമല്ലോ, അല്ലെങ്കിൽ പിന്നെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിവൈഡ് ചെയ്തു. പിന്നെ നമ്മൾ ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങിയൊരു ദിവസമാണല്ലോ. ഞാൻ എൻ്റെ വർക്ക്ഷോപ്പിലാണ് ഇതാ പറയാറ് കേട്ടോ. 40 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിന് വർക്ക്ഷോപ്പ് എന്നാണ് പറയാറ്. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങിയ ദിവസമാണ് ഇന്ന്. അപ്പോൾ അതുകൊണ്ടൊന്ന് അടിപൊളിയാക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളൊന്ന് ബീച്ചിൽ പോകാൻ വെച്ച്. ഇറങ്ങുമ്പോൾ തന്നെ ഓൾറെഡി ലേറ്റ് ആയിട്ടോ, 5 മണി കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരാമെന്നുള്ളൊരു പ്ലാനിലാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്, അടുത്തുള്ള ബീച്ചിൽ തന്നെ
തന്നെ പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അവിടേക്ക് ഒന്ന് പോയി കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് പിന്നെ കുറേ ആയി പുറത്തൊക്കെ പോയിട്ട്. മീൻസ് നമ്മൾ പ്രഗ്നൻസിയുടെ ടൈമിൽ കുറച്ചൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഈ ഡെലിവറി ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റൊക്കെ കൂടെ ആയിട്ട് മൊത്തത്തിലൊരു മടുപ്പായിട്ട് ഇരുന്നിരുന്നാണല്ലോ. അങ്ങനെ അവിടെ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കഴിച്ചു. പൈനാപ്പിൾ എൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ കടല എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമല്ലേ. അപ്പോൾ കുറച്ച് കഴിച്ചു ഐശ്വര്യയിൽ നിന്ന് വാങ്ങിച്ചിട്ട്. പിന്നെ ബീച്ചൊക്കെ ഇരുന്ന് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടൊരു സമാധാനം ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞപ്പോൾ അവിടെ പോയപ്പോൾ. കാരണം കുറേ ദിവസത്തിന് ശേഷം ഒന്ന് പുറത്തിറങ്ങിയതല്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നല്ല ബിസി ഡേ ആയിരുന്നു, പക്ഷെ നല്ല എൻജോയ് ചെയ്തു. ഇനി നമുക്ക് എന്താ പറയുക, ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ സന്തോഷം കണ്ടെത്തുകയാണെങ്കിൽ നമ്മളെ ലൈഫ് അടിപൊളിയാക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു അനുഭവം കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടു അടിച്ച് പൊളിച്ച് അവിടുന്ന് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസും ഇടാനായിട്ട് ശ്രമിക്കും, കാരണം ഭാവിയിൽ നമ്മുടെ കുട്ടികൾ വലുതായി വരുമ്പോൾ അവരെ പ്രോഗ്രാം ഇങ്ങനെയൊക്കെ ആയിരുന്നു അവർക്ക് കാണാമല്ലോ. അപ്പോൾ ഇന്നത്തോടുകൂടി റെസ്റ്റൊക്കെ അവസാനിച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് ടു ബിസിനസ് എൻ്റേതായ കാര്യങ്ങൾ കുറേ പ്ലാനൊക്കെ ഉണ്ടിട്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണം എല്ലാം നടക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.